അത് കല്ലൂനെ നിങ്ങൾ ഒളിഞ്ഞു കേൾക്കണുണ്ടോ എന്നൊരു സംശയം. എന്താ ഞങ്ങള് കേട്ടാല് വലിയൊരു പറയുന്ന കാര്യങ്ങളൊന്നും കുട്ടികൾ കേൾക്കേണ്ട ആവശ്യമില്ല, അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ എനിക്കും ചോദിക്കാനുണ്ട്, കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ വലിയൊരു കേൾക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതും എന്തുകൊണ്ടാ? ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളും കേൾക്കാൻ വരണ്ട. എഗ്രി? എടാ രഘുവേ, നിന്റെ കുരുപ്പ് കൊള്ളാലോടാ. ഇതിനെ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റില്ല കേട്ടാ. പക്ഷെ കല്ലു ഇക്കാര്യത്തിൽ മിടുക്കത്തിയ. ഇതാണ് പറയണത് ഒരു പെൺകുട്ടി വേണമെന്ന്. ഉണ്ടായിക്കൊടുത്താ മതി. പെണ്ണാണെന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നല്ല അടക്കോ ഒതുക്കോ ഒക്കെ കാണുന്നു. ഇവക്ക് ഇത് രണ്ടും ഉണ്ടമ്മേ. ആളോളെ നല്ലോണം അടക്കുകയും ഒതുക്കുകയും ചെയ്തോളൂ. മഞ്ജുമോളും നല്ല തമാശയാണല്ലോ. അരുണോ അശ്വിൻ ചേട്ടനും വെയിറ്റ് ചെയ്യാവും, പോയി കളിച്ചേ. വാ ചേച്ചി, അവരെ പോലെ നമുക്കും വല്ല മരത്തിന്റെ പിറകിൽ പോയി നിക്കാം. ഓ, കുട്ടിയോള് പോയി കിട്ടി. അല്ല ബിജുവേ, കാണാതെ ഒരു പെൺകുട്ടീനെ വെറും വാട്സപ്പ് മെസ്സേജസ് മാത്രം വഴി 2 കൊല്ലം പ്രണയിക്കുകയെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. മനസ്സുകൊണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ രൂപത്തിലൊന്നും അത്ര വലിയ കാര്യമില്ല രഘുവേ. എന്നാലും പേര് പോലും അറിയാണ്ട് എത്ര നാളാ? എന്റെ MSc കോഴ്സ് പൂർത്തിയാവാറായപ്പോ എനിക്കും അറിയണമെന്ന് ആഗ്രഹം തോന്നി. ഇനി വൈകിച്ചൂടല്ലോ. നിർബന്ധിച്ചപ്പോ അവള് പറഞ്ഞു, പക്ഷെ ഒരു കോഡ് ഭാഷ. എന്തുട്ടത്? ABCDEA. ABCDEF അല്ലേ? അതിന് പകരം A ആണ് പറഞ്ഞത്. അത് വെച്ചിട്ട് എഫിന് പകരം എ ആണെങ്കില് ഇനി അവളുടെ പേര് എയിലാണോ അവസാനിക്കുന്നത്? എത്ര എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. നിന്റെ ഭാര്യയ്ക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നോ? ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് എനിക്കിത് കിട്ടിയത്. അവളുടെ പേര് തുടങ്ങുന്നതും ഒടുങ്ങുന്നതും എയിലാണ്. മാത്രമല്ല 6 ലെറ്റേഴ്സും ഉണ്ട്. ആഹാ, അപ്പൊ 2 ബുദ്ധിമാന്മാരുടെ ഇടയിലാണ് ഞാൻ ഇരിക്കണേ അല്ലേ? ഇനിയും വൈകിയാല് അവളെ എനിക്ക് നഷ്ടപ്പെടുവോന്നൊരു പേര് വന്നിട്ട് ഞാൻ എന്റെ അന്വേഷണം ആരംഭിച്ചു. എയിൽ തുടങ്ങി എയിൽ അവസാനിക്കണ പേരുള്ള BA ലിറ്ററേച്ചറിന് പഠിക്കുന്ന ഹിന്ദു പെൺകുട്ടി, അവൾ ആരാണെന്ന്. അല്ല, ഹിന്ദു ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഓ, അത് ഞാൻ പറയാൻ വിട്ടല്ലോ. കടുത്ത കൃഷ്ണഭക്തിയായിരുന്നു അവള്. അപ്പോ നീ എവിടെയാണ് അവളെ അന്വേഷിച്ചത്? അക്കാര്യം ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞില്ലേ ഒരു 70 കഴിഞ്ഞ അമ്മൂമ്മേനെ പറ്റി, അവരുടെ അടുത്തുനിന്ന് തുടങ്ങാൻ പിന്നെ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. ഓ, ആ അമ്മൂമ്മയുടെ സിം അടിച്ചു മാറ്റിയിട്ടാണല്ലോ അപർണ നിന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത് ആ അമ്മൂമ്മയുടെ മോള് സ്വന്തം വീട്ടില് 6 പെൺകുട്ടികളെ ആയിട്ട് താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരം. അതെന്റെ അന്വേഷണം എളുപ്പാക്കി. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും അവധിക്കാലം തുടങ്ങി. ഒരു പെൺകുട്ടി ദുബായിലേക്ക് പൊക്കഴിഞ്ഞു. പക്ഷെ ബാക്കി 5 പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടാ. അതിലൊന്ന് അപർണ അല്ലേ? ഉവ്വ്. എന്നെ കണ്ടതും അവൾ ഒളിച്ചു കളഞ്ഞു. അമ്മൂമ്മയാ പറഞ്ഞത് അവളാണ് ആളെന്ന്. പിന്നെ എപ്പോഴാണ് അപർണ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞത്? ഞാൻ ചെന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണാവോ 2 മാസത്തേക്ക് അവളുടെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവധിക്കാലത്ത് തന്നെ ഒരു ദിവസം അപർണയുടെ മാമനും അച്ഛനും കൂടി കല്യാണാലോചനയായിട്ട് വീട്ടിലേക്ക് എത്തി. നിനക്ക് അപർണയുടെ മാമെന്ന് പറയണത് ഞാൻ നടത്തുന്ന മാർജിൻ ഫ്രീയുടെ ഓണറാണോ? അതെ. ശരിക്കും അപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് അതിവള് തന്നെയായിരുന്നു എന്ന്. അപർണയാണെന്ന് അറിഞ്ഞപ്പോ നിനക്കെന്താ തോന്നിയത്? പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിച്ച വീട്ടിലെ അമ്മൂമ്മ ആളെ പറഞ്ഞപ്പോ മുതൽ ഞാൻ അമ്പരപ്പിലായിരുന്നു. അവളുടെ മാമൻ ഒരു ദിവസം പറഞ്ഞു, ബിജുവേ, അപ്പു നിന്നെക്കാളും ഒരുപാട് മാറിയിട്ടുണ്ടെന്ന്. ഈ 2 കൊല്ലം എന്നെ പോലെ അവളും ഒരുപാട് മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയത്. അത് മാത്രമല്ല, സ്നേഹം തലയ്ക്ക് പിടിച്ച പിന്നെ ഒരു കുറവല്ല. അതും ശരിയാണ്. ഈ സ്നേഹം എന്നൊക്കെ പറയണത് ഒരു വല്ലാത്ത സംഭവമാണ്. ഒരിക്കൽ പെട്ടു. പിന്നെ കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. അല്ല, കല്യാണം കഴിഞ്ഞിട്ടപ്പോ അപ്പു പഴയപടിയായോ? അവളത് തൽക്കാലം ഒരു മാറ്റം അഭിനയിച്ചതായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. സത്യത്തിൽ അവൾക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടോന്ന് പോലും ഞാൻ സംശയിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാ പാവം പോലെ ഇരുന്നാളിന്റെ തനി നിറം പുറത്ത് ചാടിയെന്ന്. ഓ, അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത് നിന്നെ വീഴ്ത്താൻ വേണ്ടി മാത്രമായിരുന്നു അല്ലേ? അല്ല ബിജുവേ, പക്ഷെ ഇത്രയും അറിവുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം അവക്കില്ല. പിന്നെ എങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അപ്പൊ പറയാണ്, അവളുടെ റൂംമേറ്റ്സിൽ നല്ല ബുദ്ധിയുള്ള 1-2 കുട്ടികളുണ്ടായിരുന്നു. കൂട്ടത്തിലൊരു പാട്ടുകാരിയും. അവരുടെ ചർച്ചാ വിഷയങ്ങളായിരുന്നു അവൾ എനിക്ക് മെസ്സേജസ് ആയിട്ട് ഡെയിലി അയച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ വിവരമുള്ള പിള്ളേർ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അത് കോപ്പി അടിച്ച് നിനക്ക് മെസ്സേജസ് ആയിട്ട് അയച്ചുകൊണ്ടിരുന്നു അല്ലേ? അതുക്കും മേലെ ഉണ്ട് കേട്ടാ. ഞാൻ ഇതിനെക്കുറിച്ചെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ കൂട്ടുകാരികൾ അടുത്തില്ലെങ്കിൽ അവിടെ ഇരുന്ന് ഗൂഗിൾ സെർച്ച് നടത്തിയിട്ട് വരെ അവള് മറുപടി പറഞ്ഞിട്ടുണ്ട്. ചുമ്മാതല്ല അവൾ ഒരിക്കൽ പോലും നേരിട്ട് വന്ന് സംസാരിക്കാതിരുന്നത്. അപ്പൊ കല്യാണ ശേഷം ആയിരിക്കുമല്ലോ നീ ഇതൊക്കെ അറിയണേ. നിനക്കപ്പോ എടുത്ത് കളയാൻ തോന്നിയില്ലേടാ? തോന്നി. അപ്പളേക്കും കുട്ടിയായി. അരുണായി കഴിഞ്ഞിട്ടും കൂടി തോന്നി. പക്ഷെ ഞാൻ അടങ്ങിയത് ഒരു കാര്യം മാത്രം ചിന്തിച്ചിട്ടാ. അത് അന്ന് അവിടെ തന്ന സ്നേഹമുണ്ടല്ലോ. 2 കൊല്ലം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷിച്ച സമയമായിരുന്നു അതിനെക്കുറിച്ച് ഓർത്തിട്ട്. അതിന് അവളുടെ സ്നേഹം സത്യമല്ലായിരുന്നല്ലോ. പക്ഷെ എൻ്റെ സ്നേഹം സത്യമായിരുന്നു. അപ്പുമായിട്ട് വഴക്കിട്ട് കഴിയുമ്പോൾ ഞാൻ മാറിയിരുന്നിട്ട് ആ പഴയ കാലം അങ്ങോട്ട് പൊടി തട്ടിയെടുക്കും. എന്നിട്ട് ആ ഓർമ്മകളിൽ അങ്ങോട്ട് ജീവിക്കും. അവളുടെ തെറ്റുകളൊക്കെ മറക്കാൻ അതൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ളേ.
ചുരുക്കി പറഞ്ഞാല് നീ ഇപ്പോഴും ഓർമ്മകളിലാണല്ലേ ജീവിക്കണത്? അതെ, കുട്ടിയായി പോയില്ലേടാ. അവന് അച്ഛനും അമ്മയും വേണ്ടേ? ഒരു കണക്കിന് നീ പറയുന്നത് ശരിയാണ്. സംസാരിച്ചിരുന്ന സമയം പോയത് അറിയില്ല. എവിടെ അരുൺ? ഞങ്ങൾ ഇറങ്ങട്ടെ? ഓക്കേടാ. രഘുവേട്ടാ, എന്തേ? ഇത്രയും കേട്ടേന്ന് രഘുവേട്ടനൊരു കാര്യം മനസ്സിലായോ? ബിജുവിനെ അടിച്ചു മാറ്റാൻ അപർണ കുറെ കള്ളത്തരം ചെയ്തു, അത്ര തന്നെ. അത് മാത്രല്ല രഘുവേട്ടാ, അപർണയ്ക്ക് ബിജുവിനെ അടിച്ചു മാറ്റാൻ പറ്റിയതിന്റെ പിന്നിൽ വേറൊരാളുടെ കൈയുണ്ട്. എന്തൊക്കെയാ നീ പറയണേ? ആരാ അത്? അത് ഒന്നെങ്കിൽ ഈ സീരീസിലെ നായക കഥാപാത്രം, അല്ലെങ്കിൽ അപർണേക്കാൾ വലിയ വില്ലത്തരമുള്ള ആരോ ഒരാൾ.